നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്നലെ രാത്രി പല മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്ത ഒരു വാർത്ത ഇതാണ്. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന 12 പേരുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് പുറത്തു വന്ന പേരുകൾ ഇതാണ്: കൊടുങ്ങല്ലൂർ OJ ജനീഷ്, തൃത്താല VT ബൽറാം, കൊയിലാണ്ടി പ്രവീൺ കുമാർ, ചിറ്റൂർ സുമേഷ് അച്യുതൻ, വട്ടിയൂർക്കാവ് K മുരളീധരൻ, കൊട്ടാരക്കര ഐഷ പോറ്റി, തരൂർ KC സുബ്രഹ്മണ്യൻ, കുന്നത്തുനാട് VP സജീന്ദ്രൻ, പൊന്നാനി നൌഷാദ് അലി, നാദാപുരം KM അഭിജിത്ത്, മണലൂർ TN പ്രതാപൻ, കൊല്ലം ബിന്ദു കൃഷ്ണ. ഈ മണ്ഡലങ്ങളിലെ നിലവിലത്തെ വിജയസാധ്യതകൾ വിലയിരുത്തി നോക്കാം. 2021 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ LDF-ന്റെ സ്ഥാനാർത്ഥി VR സുനിൽകുമാർ, UDF സ്ഥാനാർത്ഥി MB ജാക്സൺ, NDA സ്ഥാനാർത്ഥി സന്തോഷ് ചിറക്കുളം എന്നിവരാണ്. ഇതിൽ VR സുനിൽകുമാർ 23,893 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 2026 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹം തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തൃത്താല മണ്ഡലം നോക്കിയാൽ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃത്താല. LDF സ്ഥാനാർത്ഥി MB രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി ശങ്കു T ദാസ് എന്നിവരായിരുന്നു. അത്യന്തം ആവേശകരമായ മത്സരത്തിനൊടുവിൽ MB രാജേഷ് ഈ മണ്ഡലം പിടിച്ചെടുത്തത് 3016 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. 2 തവണ MLA ആയിരുന്ന VT ബൽറാമിനെ പരാജയപ്പെടുത്തിയാണ് MB രാജേഷ് വിജയിച്ചത്. നിലവിൽ അദ്ദേഹം കേരള നിയമസഭയിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയാണ്. ഇത്തവണയും MB രാജേഷ് മത്സരരംഗത്തിറങ്ങിയാൽ മത്സരം കനക്കുമെന്നുറപ്പാണ്. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതും. കൊയിലാണ്ടിയിലെ 2021 ഫലം നോക്കിയാൽ LDF സ്ഥാനാർത്ഥി കാനത്തിൽ ജമീല, UDF സ്ഥാനാർത്ഥി N സുബ്രഹ്മണ്യൻ, NDA സ്ഥാനാർത്ഥി NP രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു. കാനത്തിൽ ജമീല 8494 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കൊയിലാണ്ടിയിൽ നിന്നും വിജയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ LDF-ന് കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ചിറ്റൂരിലേക്ക് വന്നാൽ K കൃഷ്ണൻകുട്ടി ജനതാദൾ LDF സ്ഥാനാർത്ഥി, സുമേഷ് അച്യുതൻ UDF സ്ഥാനാർത്ഥി, V നടേശൻ NDA സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി K കൃഷ്ണൻകുട്ടി 33,877 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ചിറ്റൂരിൽ നിന്നും വിജയിച്ചത്. 2016 ഇതേ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഭൂരിപക്ഷം 7,285 വോട്ടുകൾ മാത്രമായിരുന്നു. നിലവിൽ അദ്ദേഹം കേരള മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും സുമേഷ് അച്യുതനെ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും രംഗത്തിറക്കുന്നത്. വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK പ്രശാന്ത്, UDF സ്ഥാനാർത്ഥി വീണ S നായർ, NDA സ്ഥാനാർത്ഥി VV രാജേഷ്. UDF-ന്റെ ശക്തമായ കോട്ടയായിരുന്ന വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നത് 2021 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിരുന്നു. 2016 3ാം സ്ഥാനത്തിരുന്ന LDF 2019 ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2021 പൊതു തെരഞ്ഞെടുപ്പിലും മണ്ഡലം പിടിച്ചെടുത്തത് വൻ ഭൂരിപക്ഷത്തിലൂടെയാണ്. കൊട്ടാരക്കര നോക്കിയാൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ, UDF സ്ഥാനാർത്ഥി R രശ്മി, NDA സ്ഥാനാർത്ഥി വയയിക്കൽ സോമൻ. LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ 10,814 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ വിജയിച്ചത്. 2021 ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മണ്ഡലം നിലനിർത്താൻ LDF-ന് സാധിച്ചു. നിലവിൽ അദ്ദേഹം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. തരൂർ നോക്കിയാൽ സുമോദ് LDF സ്ഥാനാർത്ഥി, KA ഷീബ UDF സ്ഥാനാർത്ഥി, KP ജയപ്രകാശ് NDA സ്ഥാനാർത്ഥി എന്നിവരാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി എത്തിയ സുമോദ് വലിയ ഭൂരിപക്ഷം നിലനിർത്തി മണ്ഡലം LDF-നോടൊപ്പം നിലനിർത്തി. കുന്നത്തുനാട് നോക്കുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ, 2020 സുജിത് P സുരേന്ദ്രൻ, UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ, NDA സ്ഥാനാർത്ഥി രേണു സുരേഷ് എന്നിവരാണ്. 2021 കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. ചതുഷ്കോണ മത്സരത്തിൽ 2,720 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്
PV ശ്രീനിജൻ മണ്ഡലം UDF-ൽ നിന്ന് തിരിച്ചുപിടിച്ചത്. 2021-ൽ 2020-ക്കും ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിഞ്ഞു. എന്നാൽ ഇക്കുറി NDA-യുമായി മുന്നണി ബന്ധത്തിലായ 2020-ക്ക് മണ്ഡലത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും 2020 വോട്ടുകൾ കുറയുമ്പോൾ അത് ആർക്ക് ഗുണകരമാകുമെന്നത് നിർണായകമാണ്. നിലവിൽ MLA എന്ന നിലയിൽ PV ശ്രീനിജൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ശ്രീനിജൻ തന്നെ ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി എത്തിയാൽ മണ്ഡലം ഇടതുപക്ഷത്തിന് നിലനിർത്താനാകുമെന്നതാണ് പ്രതീക്ഷ. 2000 കോടിയുടെ വികസനവും യുവ MLA എന്ന നിലയിലുള്ള പെർഫോമൻസും കുന്നത്തുനാടിൽ LDF-ന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. പൊന്നാനിയിലേക്ക് വന്നാൽ LDF സ്ഥാനാർത്ഥി P നന്ദകുമാർ, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM രോഹിത്, NDA സ്ഥാനാർത്ഥി സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി എന്നിവരാണ്. LDF സ്ഥാനാർത്ഥി P നന്ദകുമാർ 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2021-ൽ വിജയിച്ചത്. മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ LDF 50%-ലധികം വോട്ടുകൾ നേടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായ AM രോഹിത്തിന് 39.75% വോട്ടുകളാണ് ലഭിച്ചത്. നാദാപുരം നോക്കിയാൽ LDF സ്ഥാനാർത്ഥി EK വിജയൻ, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, NDA സ്ഥാനാർത്ഥി MB രാജൻ എന്നിവരാണ്. ഹാട്രിക് വിജയം നടന്ന മണ്ഡലം കൂടിയാണിത്. 2011-16 വർഷങ്ങളിലും വിജയിച്ച EK വിജയൻ തന്നെയാണ് 2021-ലും തന്റെ 3ാം തുടർച്ചയായ ഭരണവും കാഴ്ചവെച്ചത്. മണലൂരിലേക്ക് പോയാൽ LDF സ്ഥാനാർത്ഥി മുരളി പെരുന്നെല്ലി, UDF സ്ഥാനാർത്ഥി വിജയ് ഹരി, NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ എന്നിവരാണ്. മുരളി പെരുന്നെല്ലി 29,876 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് മണലൂരിൽ വിജയിച്ചത്. 2021-ൽ ഭൂരിപക്ഷം 10,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൊല്ലം മണ്ഡലത്തിലേക്ക് പോയാൽ LDF സ്ഥാനാർത്ഥി M മുകേഷ്, UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ, NDA സ്ഥാനാർത്ഥി M സുനിൽ. LDF സ്ഥാനാർത്ഥി മുകേഷ് 2072 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കൊല്ലത്ത് വിജയിച്ചത്. കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ഇക്കുറി UDF-നെ കാത്തിരിക്കുന്നത് കഠിനമായ മത്സരം തന്നെയാണ്.